എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മുത്തശ്ശൻ അനിയോട് പറയുന്നുണ്ട്, ഇപ്പം ഉണ്ടായ ജയത്തിൻ്റെ ക്രെഡിറ്റ് നീ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. ആരൊക്കെ സഹായിച്ചു എന്ന് പറഞ്ഞാലും ഒരു കമ്പനിക്ക് വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് തന്നെയാണ് അതിൻ്റെ പ്രശംസ കിട്ടേണ്ടത് എന്നൊക്കെ പറയും. എന്നിട്ട് അനിയോട് കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നു. അനി അങ്ങ് പോയി കഴിയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട്, ഇപ്പം സന്തോഷമായില്ലേ, നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതങ്ങനെയൊക്കെ തന്നെയാണ്. എന്താണെങ്കിലും ഞാൻ ഇപ്പം ആദർശനെയോ നയനെയോ ഒന്നും പ്രശംസിച്ച് സംസാരിക്കുകയില്ല. അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അവനുള്ള സീരിയസ്നെസ് അങ്ങ് ഇല്ലാണ്ടായി പോകും. ഈ ഒരു ചൂടോടെ തന്നെ അവൻ മുന്നോട്ട് പോകണം. എന്നിട്ട് നമ്മളുടെ മുന്നിൽ ഒളിഞ്ഞു നിന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന ആളെ, നമ്മുടെ ശത്രുവിനെ അവൻ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി അവൻ വിജയിച്ചു വരുമ്പോഴേ ഞാൻ അവനെ അംഗീകരിക്കുകയുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം മുത്തശ്ശിക്ക് ആകെ ടെൻഷൻ. അങ്ങനെ ഒളിഞ്ഞിരുന്ന് പൊരുതുന്ന ഒരു ശത്രു ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് അവരുടെ ജീവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം മുത്തശ്ശൻ പറയും, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. അവൻ എവിടെ പോയാലും അവനെ സംരക്ഷിക്കാനുള്ള ആൾക്കാരെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവനൊരു പോറൽ പോലും സംഭവിക്കില്ല എന്നും മുത്തശ്ശൻ പറയുന്നു. പിന്നെ കാണിക്കുന്നത് നാഗേന്ദ്രനെയും അഭിയൊക്കെയാണ്. നാഗേന്ദ്രന് ഇതൊരു വലിയ ഷോക്കാണ്. ആളാകെ പതറിപ്പോയി. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന്. അവസാന നിമിഷം വരെ മൂർത്തീസ് ജ്വല്ലറി അവരുടെ രഹസ്യങ്ങളെല്ലാം ഒളിച്ചു വെച്ചു. അവർ പങ്കെടുക്കുന്നില്ല എന്നൊരു പ്രതീതി എല്ലായിടത്തും ഉണ്ടാക്കിയതിന് ശേഷം ലാസ്റ്റ് നിമിഷം അവൻ കയറി വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം അഭി പറയുന്നുണ്ട്, അവസാന നിമിഷം അവൻ കയറി വരുമെന്ന് ഞാനും കരുതിയില്ല. അവനെ കണ്ടപ്പം ആകെ വിഷമമായി പോയി എന്നൊക്കെ പറയുന്നു. അന്നേരം നാഗേന്ദ്രൻ പറയുക, എൻ്റെ മകൻ ആദ്യമായിട്ട് പങ്കെടുത്ത ഡീലാണ്. ഈ ഡീലിൽ അവൻ ജയിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. ഏതായാലും പിന്നെ ഒരു കാര്യം ഓർക്കുമ്പോൾ ഞാൻ അങ്ങ് ആശ്വസിക്കുവാണ്. ഇവൻ വന്നില്ലായിരുന്നുവെങ്കിൽ ഇതൊക്കെ തന്നെ സംഭവിച്ചേനെ. പിന്നെ എനിക്ക് ചില സംശയങ്ങൾ കൂടിയുണ്ട്. നമുക്കിടയിൽ ആരു ശത്രുവിൻ്റെ ചാരനായിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുക. അന്നേരം ഡേവിഡും പറയും, ആ ഒരു സംശയം എനിക്ക് ഇല്ലാതില്ല എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അയാളെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുൻപിൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങ് കൊന്നു തള്ളിയേക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ അഭിയെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, വിഷു കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ശ്രദ്ധ ഇത്തിരി കുറഞ്ഞു, നമ്മൾ ഇത്തിരി ഒരു അലസതയിലേക്ക് പോയി, അതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയത്. ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട. ഇതുപോലെ ഒരുപാട് വീഴ്ചകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമുക്കിതെല്ലാം സെറ്റാക്കി എടുക്കണം. നമ്മൾ ഒന്നുകൂടെ എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ച് ഉഷാറായി നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അഭിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ആദ്യമേ വന്ന് കയറിയപ്പോഴേ നാഗേന്ദ്രൻ പറഞ്ഞായിരുന്നു, എൻ്റെ മകൻ ഒരു അൺലക്കി ആണല്ലോ എന്ന് ഞാൻ മോളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. അത് അഭിക്ക് ആകെ വിഷമമാക്കിയിട്ടുണ്ട്. അതുപോലെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നമുക്ക് മാളവികയെ തെറ്റ് പറയാൻ പറ്റത്തില്ല. അവൾ ഡിസൈൻസ് വരച്ച് തരികയും അത് നമ്മൾ അപ്രൂവ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് കമ്പനിക്ക് അയച്ചു കൊടുത്തത് എന്ന്. അന്നേരം അവന്തിക പറയും, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, മാളവികയെ നിലനിർത്തിക്കൊണ്ട് വേറെ കുറച്ച് നല്ല ഡിസൈനറെ അപ്പോയിൻറ്റ് ചെയ്താലോ എന്ന്. അന്നേരം നാഗേന്ദ്രൻ പറയും, അത് അത്ര എളുപ്പം നടക്കുന്ന കാര്യമല്ല, ഏതായാലും നമുക്ക് നോക്കാം എന്ന്. പിന്നെ കാണിക്കുന്നത് അഭി വീട്ടിലോട്ട് വരുവാണ്. അന്നേരം ബാൽക്കണിയിൽ നിന്ന് ഇത് നവ്യ കാണുന്നുണ്ട്. അപ്പം നവ്യ മനസ്സിലോർക്കുക, തോറ്റ് തുന്നം പാടിയിട്ട് അവൻ വന്നേക്കുന്നു. അവൻ തോറ്റത് അനിയുടെ മുമ്പിലാണ്. ഇനിയും അവൻ അനിയുടെ മുമ്പിലും ആദർശേട്ടൻ്റെ മുന്നിലും തോക്കും. കാരണം അവരാണ് ശരിയെന്ന് എനിക്ക് മനസ്സിലായി. നിന്നെ ഞാൻ നശിപ്പിക്കും, ഇവിടെ തുടങ്ങുവാണ് നിൻ്റെ നാശം എന്നൊക്കെ നവ്യ മനസ്സിലോർക്കുന്നുണ്ട്. അതുപോലെ അഭി കയറി വരുന്നത് ജലജ അവിടെ ഇരിപ്പുണ്ട്. ജലജയ്ക്ക് ദേഷ്യം വരുവാണ് അഭിയെ കാണുമ്പോഴേ. കയറി വരുന്നത്, എന്തായടാ എന്ന് ചോദിക്കുമ്പോൾ, അമ്മ തോറ്റമ്മേ, അവൻ ഈ ഡീലിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ലാസ്റ്റ് നിമിഷം കയറി വന്നു. അവൻ പങ്കെടുക്കുന്നില്ല എന്ന് എന്നെ വിളിച്ചു പറഞ്ഞ അമ്മയല്ലായിരുന്നു എന്ന് ചോദിക്കും. അന്നേരം ജലജ ചോദിക്കും, ഞാൻ മാത്രമല്ലല്ലോ, അവൻ നിന്നോട് നേരിട്ട് പറഞ്ഞായിരുന്നല്ലോ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നില്ലെന്ന്. പിന്നെ എന്തിനാ നീ എന്നെ പറയുന്നത്? ഏതായാലും ഈ പരിപാടിക്ക് നീ പോകണ്ടായിരുന്നു. ഇതിപ്പം നീ കൂടെ പോയി തോറ്റു എന്ന് അവർക്ക് ഒരു തോന്നലുണ്ടാകില്ലേ? അതുകൊണ്ട് ഇനി നിന്നെ പറഞ്ഞു വിടുവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, എന്നെ അങ്ങനെ പറഞ്ഞു വിടത്തൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു വിടാൻ അവർക്ക് കഴിയത്തുമില്ല എന്ന് പറയുമ്പോൾ, അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അന്നേരം അങ്ങനെയൊന്നുമല്ല, എൻ്റെ ആത്മാർത്ഥത അവർക്ക് അറിയാമെന്ന് പറയുവാണ്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ടേക്ക് ജയനും ദേവയാനിയും കൂടെ വരും. എന്നിട്ട് ജയൻ ചോദിക്കും, ഇതെന്താ ആകപ്പാടെ ഒരു ക്ഷീണത്തിൽ, ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇവിടുന്ന് പോയത് എന്നിങ്ങനെ പറയുക. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇവിടുന്ന് അവൻ പോയത് വിജയഭാവത്തിലാണ്, പക്ഷെ തിരിച്ചു വന്നത് പരാജിതനായിട്ടാണ്, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, നീ തോറ്റത് വേറെ ആരുടെയും മുമ്പിലല്ല, അനിയുടെ മുമ്പിലാണ്, അതോടെ നീ ഓർത്ത് വെച്ചോ എന്ന് പറയുന്നതേക്കും അതിങ്ങ് ഇഷ്ടപ്പെട്ടില്ല അഭിക്ക്. അതുകൊണ്ട് അഭി പറയുവാണ്, അനിയല്ല ഇതിൻ്റെ ഈ വിജയത്തിൻ്റെ യഥാർത്ഥ അവകാശി, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നയനേടത്തെയും ആദർശേട്ടനുമാണ്. അവരാണ് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്, ഡിസൈൻ പോലും വരച്ചത് നയനേടത്തെയാണ് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അതെ അവരാണ് സഹായിച്ചത്, അല്ലാതെ നിന്നെപ്പോലെ വേണോ? അച്ഛൻ
അച്ഛൻ ആദർശിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും അനി എല്ലാ കാര്യത്തിലും അവൻ്റെ ഉപദേശം തേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മരുമകൾ കഴിഞ്ഞ 2 ദിവസങ്ങൾ ഉറങ്ങാതെ ഇരിക്കുമായിരുന്നു. അവളുടെ ഇപ്പോഴത്തെ ആരോഗ്യം പോലും നോക്കാതെ അവൾ കഷ്ടപ്പെട്ടത് മൂർത്തി ജ്വല്ലറിക്ക് വേണ്ടിയാണ് എന്നൊക്കെ ദേവേനി പറയുമ്പം ജലജ ചോദിക്കുക, എങ്കിൽ അതൊന്ന് നേരത്തെ പറയാൻ മേലായിരുന്നു ഏട്ടത്തേക്ക്, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നേ എന്ന്. അന്നേരം ജയം പറയുന്നുണ്ട്, അത് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ സംഭവിച്ചേനെ. അന്ന് ആദർശ് മുംബൈയിൽ പോയപ്പം സംഭവിച്ചത് എന്താണോ അത് തന്നെ ഇവിടെയും സംഭവിച്ചേനെ. എനിക്ക് ആ ഡീലിൽ പങ്കെടുക്കാൻ പറ്റില്ലായിരുന്നു. അതിനു മുമ്പ് അവനെ ആരെങ്കിലും ചതിച്ച് വീഴ്ത്തിയേനെ. അതുകൊണ്ട് തന്നെയാണ് എല്ലാം മറച്ചു വെച്ചത് എന്ന് പറയുവാണ്. എന്നിട്ട് അന്നേരം അതെന്താ അങ്ങനെ പറഞ്ഞത്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ എന്നൊക്കെ അഭി ചോദിക്കുമ്പോൾ, എടാ ചതിക്കാനല്ലേ നിൻ്റെ കമ്പനിക്ക് അറിയത്തുള്ളൂ, അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു. എന്നിട്ട് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അഭിക്ക്. അന്നേരം അഭി പിന്നെയും പറയുക, നിങ്ങളൊക്കെ നോക്കിക്കോ, ഇത് AN ജ്വല്ലറിയുടെ പതനമൊന്നുമല്ല, ഇതൊരു ചെറിയൊരു വീഴ്ചയായി മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇനിയും AN ജ്വല്ലറി കുതിച്ചുയരും, നോക്കിയിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, നീ അങ്ങനെ ഒരുപാട് അങ്ങ് പറയണ്ട. അങ്ങനെ ഒരുപാട് AN ജ്വല്ലറി കുതിച്ചുയരുമ്പം നീ വേറെ കുറേ പേരെയും കൂടെ നോക്കേണ്ടി വരും. നീ നിൻ്റെ ഭാര്യയും മകളെയും മാത്രമല്ല ചന്തുമോളെയും അതുപോലെ അനഘയും ഒക്കെ സംരക്ഷിക്കേണ്ടി വരും. ആ ഒരു കാര്യം കൂടി നീ ഓർത്തേക്കണം എന്ന് പറയുക. എന്നിട്ട് ജയം പറയുന്നുണ്ട്, നിൻ്റെ ഭാര്യ ഒന്നും വിശ്വസിച്ചില്ല എന്ന് കരുതി നീ ഒരുപാട് അഹങ്കരിക്കണ്ട. അത് വിശ്വസിപ്പിക്കാനുള്ള മാർഗം ഇപ്പോഴും കിടപ്പുണ്ട്, അത് ഞങ്ങൾ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ എന്ന്. എന്തൊക്കെ അഭി അങ്ങ് ഒതുങ്ങേ. എന്നിട്ട് അഭി പറയുക, അതെ ഞാനിപ്പം എൻ്റെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന ഒരു കാര്യമേ ഞാൻ ചെയ്യുന്നുള്ളൂ. മുത്തശ്ശൻ പറഞ്ഞായിരുന്നു ചെല്ലുന്ന സ്ഥലത്ത് ആത്മാർത്ഥതയോടെ പണിയെടുക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആ ആത്മാർത്ഥത അവിടെ കാണിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് എൻ്റെ കുടുംബജീവിതം നിങ്ങൾ തകർക്കാൻ നോക്കരുത് എന്ന് പറയുവാണ്. അന്നേരം ദേവേനി പിന്നെയും പറയും, അല്ല ഞങ്ങൾക്ക് വേറൊരു സംശയം കൂടിയുണ്ട്, നിന്നെ എന്തിനാണ് ആ ഡേവിഡ് കൂടെ കൂട്ടിയതെന്ന് ഞങ്ങൾക്ക് നല്ല സംശയമുണ്ട്. നീയും അവരും തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നവ്യ പറഞ്ഞിട്ടായിരിക്കില്ല നിനക്ക് അവിടെ ജോലി കിട്ടിയത്, നിൻ്റെ കെയർ ഓഫിലായിരിക്കും നവ്യയ്ക്ക് അവിടെ ജോലി കിട്ടിയത്, അതല്ലേടാ സത്യം എന്ന് ചോദിക്കുമ്പോഴേക്കും അഭി ഒന്ന് പതറും. എന്നിട്ട് അഭി പറയുക, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കുമൊന്നും വേണ്ട, നവ്യ പറഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് അവിടെ ജോലി കിട്ടിയത്. പിന്നെ എന്നെ കൂടെ കൂട്ടിയത് എൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ കണ്ടിട്ടാണെന്ന് പറയുമ്പം, എടാ നീ വെറുതെ തമാശ പറയരുത്, നിൻ്റെ ആത്മാർത്ഥതയും നിൻ്റെ സത്യസന്ധതയും അങ്ങനെ പറയരുത് കേട്ടോ, നിൻ്റെ ആത്മാർത്ഥതയെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നു. അന്നേരം അഭി പറയുന്നുണ്ട്, ഞാനിപ്പം നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ആ കമ്പനിക്ക് വേണ്ടി, മുത്തശ്ശനും അങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്നും പേരിൽ നിങ്ങൾ എൻ്റെ കുടുംബജീവിതം തകർക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങോട്ട് പോകുന്നു. ഇഷ്ടപ്പെടുന്നില്ല ജലജയും പുറകെ തുള്ളിച്ചാടി പോകുന്നുണ്ട്. പോയി കഴിയുമ്പം ജയൻ ദേവേനോട് പറയുവാണ്, അവൻ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട, അവനും ആ കമ്പനിയുമായിട്ട് വേറെ എന്തോ ബന്ധമുണ്ട്, അതെന്താണ് എന്ന് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, താമസിക്കാതെ ആദർശ് അത് കണ്ടുപിടിച്ചോളും എന്ന്. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. അഭി വരാൻ വേണ്ടി നവ്യ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ റൂമിൽ. കയറി വരുന്നത് ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കിയിട്ട് നിൽക്കുമ്പോൾ, തീർന്നടി, തോറ്റു തുന്നം പാടി, അവൻ നമ്മളെ ചതിക്കുമായിരുന്നു ആ അനി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അതെ ഞാനെല്ലാം അറിഞ്ഞടാ, ഞാൻ ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു. ഏതായാലും നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഇനിയും നമുക്ക് അവസരങ്ങൾ കിട്ടുമല്ലോ, അത് നമുക്ക് പ്രയോജനപ്പെടുത്താം. അന്ന് ഇവരായിരിക്കും നാണം കെട്ട് തല താഴ്ത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ് അഭിയെ. എന്നിട്ട് അഭി പറയാം, എനിക്ക് വേറെ പല സംശയങ്ങളും ഉണ്ട്, മൂർത്തീസ് ജ്വല്ലറിയിൽ വേറെ ഡിസൈനേഴ്സ് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന്. നിൻ്റെ ചേച്ചിക്ക് ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയമൊന്നും അല്ലല്ലോ, എന്നിട്ടും അവർ നല്ല ഡിസൈൻസാണ് അവിടെ പ്രസൻറ്റ് ചെയ്തത് എന്നൊക്കെ പറയുമ്പം, ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ലല്ലോ. ഏതായാലും നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഇനി ഈ തോറ്റതിൻ്റെ ഭാരം നിൻ്റെ തലയിൽ അവരെടുത്ത് വെക്കുമെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, എൻ്റെ ആത്മാർത്ഥത അവർക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിയെ തറ പറ്റിക്കണം നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നേരം നവ്യ മനസ്സിലോർക്കുക, ഇല്ലടാ അങ്ങനെ മൂർത്തി ജ്വല്ലറി അങ്ങനെ താഴേക്ക് പോകുന്നില്ല, ഇനിയും പരാജയം സംഭവിക്കാൻ പോകുന്നത് നിനക്ക് തന്നെയായിരിക്കും, അത് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിലോർക്കുന്നുണ്ട്. എന്നിട്ട് നവ്യ അതിൻ്റെ കൂടെ ഇവന് നന്നായിട്ട് വിഷമം തോന്നാൻ വേണ്ടി തന്നെ പറയുവാണ്, നീ ഒരു കാര്യം ഓർക്കണം, നീ തോറ്റത് വേറെ ആരുടെ മുമ്പിലല്ല, ആ അനിയുടെ മുമ്പിലാണ്, അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അതെ ഞാൻ ശരിക്കും അവൻ്റെ മുന്നിൽ വിജയിച്ച് തലയോർത്തി പിടിച്ച് നിൽക്കണം എന്ന് കരുതി ഇവിടുന്ന് പോയത്, പക്ഷേ ആ ഹാളിൽ ഞാൻ അവൻ്റെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടതായി വന്നു. അതുപോലെ തിരിച്ചിങ്ങോട്ട് കയറി വന്നപ്പോഴും അമ്മാവൻ്റെയും അമ്മായിയുടെയും മുന്നിലൊക്കെ എൻ്റെ തല താഴ്ന്നുപോയി, അതൊക്കെ ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം. ഏതായാലും ഈ ഒരു നാണക്കേട് എങ്ങനെയെങ്കിലും മറികടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമിക്കുവാണ്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അമ്മയ്ക്കും ഭയങ്കര വിഷമമായി പോയി എന്ന്. അന്നേരം നവ്യ പറയും, എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോകാം, അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന്. അന്നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് അഭി.
ആ അഭിയുടെ വിഷമമൊക്കെ കാണുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ. പക്ഷെ നല്ല രീതിയിൽ അഭിനയിച്ചങ്ങ് ബലിപ്പിക്കുന്നുണ്ട് നവ്യയ്ക്ക് വിഷമമുണ്ട് എന്ന്. അതുപോലെ ജലജയുടെ അടുത്തോട്ടും ചെല്ലുന്നു. അന്നേരം ജലജ ആകെ ഇങ്ങനെ ബാൽക്കണിയിൽ വിഷമിച്ചിങ്ങനെ നിൽക്കുക. അന്നേരം നവ്യ മനസ്സിലോർക്കുന്നുണ്ട്, മോനെ വളർത്തി നശിപ്പിച്ചു, എന്നിട്ട് ആ കൂടെ വീണ്ടും നിൽക്കുന്ന ഒരു തള്ള എന്നിങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് അടുത്തോട്ട് ചെല്ലുന്നത്. എന്നിട്ട് ഇതുപോലെ തന്നെ അവൻ തോറ്റുപോയി, അവന് ഭയങ്കര വിഷമമായി പോയി എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിക്കുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ടും ഫലം കിട്ടിയില്ലല്ലോ അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ജലജ മനസ്സിലോർക്കുക, നീ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും അവൻ തോറ്റുപോയത്, അല്ലെങ്കിൽ അവൻ തോക്കില്ലായിരുന്നു എന്ന്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പം ജലജ, എനിക്ക് അതല്ല സങ്കടം, ഇനി ഇതിൻ്റെ പേരിൽ അവനെ പറഞ്ഞു വിടുമോ എന്നാണ് എൻ്റെ പേടി എന്നൊക്കെ പറയുമ്പം നവ്യ പറയും, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൻ ഡേവിഡ് സാറിൻ്റെ കൂടെ പോയി എന്ന് മാത്രമല്ലേ ഉള്ളൂ, അവനല്ലല്ലോ ഈ കാര്യങ്ങളൊന്നും ചെയ്തത്. അതുകൊണ്ട് ഈ തോറ്റതിൻ്റെ ഭാരമൊന്നും അവൻ്റെ തലയിലെടുത്ത് വെക്കേണ്ട കാര്യമില്ല, അവരങ്ങനെ ചെയ്യത്തുമില്ല. ഞാൻ മോഡലായതിനു ശേഷം ഒരുപാട് നേട്ടം ആ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അവർ ആ രീതിയിലൊന്നും ചിന്തിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ജലജയ്ക്കൊരു ചെറിയൊരു ആശ്വാസം ആവുന്നുണ്ട്. എന്നിട്ടും കലി തീരാതെ ജലജ പറയുവാണ്, ആനി അവന് നേരും നെറിവില്ല, അതുകൊണ്ടല്ല അവനിങ്ങനെ ചതിച്ചത്. ആദർശ് പറയുന്നതെല്ലാം ശരിയാ, അവനെ വിശ്വസിക്കുക, അവൻ ഇത്രയൊന്നും കാണിച്ചു കൂട്ടിയല്ല എന്ന് ജലജ പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട, അങ്ങേരുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ, ഒരു പെൺകുട്ടിയെ ചതിച്ചു, അതുപോലെ എൻ്റെ അനിയത്തി ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുന്നു. അന്നേരം പെൺകുട്ടിയെ ചതിച്ചെന്നാണോ പറയേണ്ടത്, ശരിക്കും അവളുടെ ജീവിതം നശിപ്പിച്ചില്ലേ അവൻ, ചതിക്കുമല്ലായിരുന്നോ ചെയ്തത്, ഒരു പെണ്ണിനെ ഒരു കുഞ്ഞിനുണ്ടാക്കി കൊടുത്തില്ലേ അവൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നതേക്കും നവ്യ, ആ കാര്യത്തെപ്പറ്റി എന്നെ ഓർമ്മിപ്പിക്കല്ലേ, ആ ചതിയെപ്പറ്റി ഓർമ്മിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ രക്തം തിളയ്ക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോകുന്നു. അന്നേരവും ജലജയ്ക്ക് ആകെ വിഷമമാണ് അഭി തോറ്റതിൽ. ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ജലജയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.